ഹായ് നമസ്കാരം, ഏവർക്കും കാന്താരി മുളകിലേക്ക് സ്വാഗതം. നമ്മൾ പൂരങ്ങൾക്കോ ഉത്സവങ്ങൾക്കൊക്കെ പോയാൽ ആരും പൊരി മേടിക്കാതെ മടങ്ങാറില്ല. ഈ പൊരി കൊണ്ട് സാധാരണ മലയാളീസ് എന്താ ചെയ്യുക? വെറുതെ വീട്ടിലിരുന്ന് നമ്മൾ ഒന്നും കുക്ക് ചെയ്യാതെ വേറെ എന്തൊരു വെറൈറ്റി ആയിട്ട് നോക്കാതെ നമ്മളതിരുന്ന് വെറുതെ പൊരി എടുത്ത് തിന്നും. ഈ പ്രാവശ്യം നമുക്ക് പൊരി കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് ഒരു സംഭവം, ഒരു പൊരി മസാല എന്നാണ് പേര്. പൊരി മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: പൊരി ഒരു പാക്കറ്റ് പൊരി വേണം. പിന്നീട് 3 ടേബിൾ സ്പൂണ് നിലക്കടല, 3 ടേബിൾ സ്പൂൺ പൊട്ടുകടല, വെളുത്തുള്ളി അതുപോലെ തോല് കളഞ്ഞത് വെളുത്തുള്ളി, ഒരു എണ്ണം തോല് കളയാത്ത ഇതുപോലെ വെളുത്തുള്ളി ഒരു എണ്ണ മുഴുവനായിട്ട് എടുക്കാം. അരിഞ്ഞ് വെച്ച ഒരു ചെറിയ സവോള, അരിഞ്ഞ് വെച്ച ചെറിയ സവോള, ഒരു ചെറിയ പാക്കറ്റ് മിക്സർ അല്ലെങ്കിൽ കുറച്ച് മിക്സർ സാധാരണ കടകളിൽ കിട്ടുന്ന മിക്സർ, ചെറിയ തക്കാളി, അധികം പഴുപ്പ് പാടില്ല, ചെറിയ ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞ് വെച്ചത്, 3-4 ഉണക്കമുളക്, എണ്ണ 3 ടേബിൾ സ്പൂണ്, മല്ലിയില, ഒരു ക്യാരറ്റ് ചെറുകിയത്, ഒരു ക്യാരറ്റ്, മുളക് പൊടി എരിവിനനുസരിച്ച് ഒരു 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ എടുക്കാം, മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്, മുളക് ചെറുതായിട്ട് അരിഞ്ഞത്. 3 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് നിലക്കടല എണ്ണയിൽ നന്നായിട്ട് വറുത്തെടുക്കുക. കടല ഇങ്ങനെ ചൂടായി പൊട്ടി വരുന്ന സമയത്ത് പൊട്ടുകടല ഇടാം. പൊട്ടി വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ? അതിലേക്ക് പൊട്ടുകടല ഇടാം. കരിയിക്കരുത്, ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത് കടല. 3 ടേബിൾ സ്പൂണ് പൊട്ടുകടല വന്നിട്ടുണ്ടായിരുന്നു, അത് അതിലോട്ടിടുക. ഒപ്പം തന്നെ ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് ഇടുക. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് പറ്റുമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇട്ടുണ്ടെങ്കിൽ പൊട്ടി തെറിക്കില്ല. അല്ലെങ്കിൽ പിന്നെ എണ്ണയിൽ കിടന്ന് ചൂടാകുമ്പോൾ പൊട്ടി തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു അപകടമാണ്. അപ്പോൾ ആ രീതിയിൽ അത് ഒഴിവാക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചൂടാകുമ്പോൾ പൊട്ടി തെറിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ശേഷം ഉണക്കമുളക്, മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പ് പാകത്തിന്, തീ ചുരുക്കുക. എന്നതിൻ്റെ ശേഷം ആ പൊരി ഇതിലോട്ടിടുക. ഈ മസാലയിലോട്ട് പൊരിയിട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായി ഇളക്കുക. ആ മസാല നന്നായി മിക്സ് ചെയ്യുക. തീ ഓഫാക്കണം, ശ്രദ്ധിക്കുക. തീ ഓഫാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. ഇതുപോലെ നന്നായിട്ട് പിന്നെ ഈ പൊരി ഇടുന്നത് കൊണ്ട് വലിയ അത്യാവശ്യം ഒരു തരക്കടില്ലാത്ത വലിയ ഒരു പാത്രം തന്നെ എടുക്കാം. മിക്സ് ചെയ്യാൻ നല്ല
എളുപ്പമായിരിക്കുമല്ലോ. ഓക്കെ, എന്നതിന് ശേഷം നമ്മൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുക. നല്ല ഭംഗിയായി പ്ലേറ്റിലിട്ട് ഉള്ളി, സവാള, നേരത്തെ നുറുക്കി വെച്ച സവാള ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇടുക. മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയുള്ള പാകത്തിന്. പച്ചമുളക് വിതറുക. ക്യാരറ്റ്, ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതൊക്കെ ഇടുന്നത്. ഇതിൻ്റെ ശേഷം അരിഞ്ഞു വെച്ച ഈ തക്കാളി, പിന്നെ മിക്സർ, എനിക്ക് ശരിക്കും ഇടാൻ പറ്റുന്നില്ല, ക്യാമറയാണ് എൻ്റെ കയ്യിൽ. ഒരു കയ്യിൽ ക്യാമറയാണ്. ഇതുപോലെ ചെയ്യുക. എന്നതിൻ്റെ ശേഷം മല്ലിയില കൂടി ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നല്ല ഭംഗി തോന്നുന്നുണ്ടോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക്? ഓക്കെ, ശേഷം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ, എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. ഞാനുണ്ടാക്കിയത് അടിപൊളിയായിട്ടുണ്ട്. എനിക്കത് പോരാ, നിങ്ങൾ ഓരോരുത്തരും വീട്ടിൽ പരീക്ഷിച്ചതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ അനുഭവം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അങ്ങനെ മസാല പൊരി റെഡി ആയിട്ടുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. ഇനി അടുത്തൊരു രസകരമായ രുചിക്കൂട്ടുമായി കാന്താരി മുളകിൽ ഉടനെ കാണാം. ദിസ് ഇസ് ഷാജു വിജൻ സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.